നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന LDFന്റെ ഷാനവാസ് പാദൂറിന്റെ ഒരു പ്രകടന പത്രികയാണ് ഇന്ന് കാണാനിടയായി. കാസർഗോഡ് നിയമസഭാ മണ്ഡലം കഴിഞ്ഞ 50 വർഷമായി മുസ്ലിം ലീഗാണ് ഇവിടെ MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ട് കൊണ്ടിരിക്കുന്നത്. മുസ്ലിം ലീഗ് പരമ്പരാഗതമായി 50 വർഷത്തോളമായി ജയിക്കുന്ന ഒരു മണ്ഡലമാണ്. പക്ഷേ നിലവിലുള്ള കാസർഗോഡൻ സാഹചര്യം പരിശോധിക്കുമ്പോൾ ഇവിടെ വലിയൊരു മാറ്റം അനിവാര്യമാണെന്ന് ഇവിടുത്തെ ഒരു പൊതുസമൂഹത്തിന്റെ വിലയിരുത്തലായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണ്? ഒരു 50 വർഷമായി ഒരേ മുന്നണിയുടെയും ഒരേ പാർട്ടിയുടെയും പ്രതിനിധികൾ ജയിച്ചു പോകുന്നതിന്റെ എല്ലാ കുറവുകളും കാസർഗോഡ് മണ്ഡലത്തിലുണ്ട് എന്നുള്ളതാണ്. കാസർഗോഡ് മണ്ഡലവുമായി ബന്ധപ്പെട്ട ഓരോ വിഷയങ്ങൾ ഓരോ സമയത്തും വലിയ കേരളത്തിൽ ചർച്ചയാവുകയും കാസർഗോഡിന്റെ പിന്നോക്കാവസ്ഥ, ഇവിടുത്തെ പ്രശ്നങ്ങൾ, ഇവിടുത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ പോരായ്മ, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നിരന്തരമായി ചർച്ചയായിട്ടുണ്ട്. ഏതായാലും ഇപ്രാവശ്യം കാസർഗോഡിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ജനപ്രതിനിധി നിയമസഭയിൽ വേണമെന്ന് ഇവിടുത്തെ ജനത കണക്കുകൂട്ടുന്നു. അത് ഷാനവാസ് പാദൂർ എന്ന കഴിഞ്ഞ ടേമിൽ കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ സുദീർഘമായ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്ന ഷാനവാസ് പാദൂർ ജയിക്കണമെന്നാണ് പൊതുസമൂഹത്തിന്റെ ഒരു പൊതുവായിട്ടുള്ള വികാരം എന്നുള്ളത്. രാഷ്ട്രീയത്തിനപ്പുറം ഒരു സ്ഥാനാർത്ഥി എന്നുള്ള പരിഗണന നൽകി ഷാനവാസ് പാദൂറിനെ വിജയിപ്പിക്കണം എന്നുള്ള ഒരു പൊതുജനാഭിപ്രായം കാസർഗോഡ് മണ്ഡലത്തിൽ എല്ലായിടത്തും നമ്മൾ പരിശോധിച്ചാൽ എല്ലാ വിഭാഗം ജനങ്ങൾക്കിടയിലും ജാതി മത ഭേദമന്യേ സ്ത്രീകളും യങ് ജനറേഷനും ജൻസി ജനറേഷനും അതുപോലെ തന്നെ പഴയ തലമുറയും ഒന്നടക്കം ഇത്തരം ഒരു നയസമീപനങ്ങളാണ് ഇപ്പോൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയത്തിനപ്പുറമാണ് അദ്ദേഹത്തിന് മണ്ഡലത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പിന്തുണ. ഏതായാലും അദ്ദേഹം ഇപ്പോഴിടയ്ക്കുന്ന പ്രകടന പത്രിക പരിശോധിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവുന്നത്, ഞാൻ കണ്ട ഒരു കാര്യം, കാസർഗോഡിന്റെ ഏകദേശ വിഷയങ്ങളും പ്രശ്നങ്ങളും എല്ലാം പരിഹരിക്കുന്ന രീതിയിലുള്ള ഒരു പ്രകടന പത്രിക അദ്ദേഹത്തിന് പൊതുസമൂഹത്തിന് മുമ്പിൽ വെക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അത് നടപ്പിലാക്കേണ്ടതിന്റെ അനിവാര്യത ഇവിടുത്തെ ജനസമൂഹമാണ് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും മാറ്റത്തിനോടൊപ്പം സഞ്ചരിക്കാൻ കാസർഗോഡും തയ്യാറാവണം. പരമ്പരാഗത ശൈലികൾക്കപ്പുറം, പാരമ്പര്യത്തിനപ്പുറം ജയിക്കേണ്ട ജനപ്രതിനിധികൾക്ക് വോട്ട് ചെയ്യാൻ കാസർഗോഡൻ ജനത തയ്യാറാവുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.